രാവിലെ തേങ്ങ തിരുമ്മാനും വേണ്ടി വന്നപ്പോഴത്തേക്കിനും റിച്ചു ഞാൻ തിരുമ്മിക്കോളാം എന്ന് പറഞ്ഞിട്ട് വന്നേക്കുക കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ തേങ്ങ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് തേങ്ങയൊക്കെ തിരുമ്മി ദോശയ്ക്ക് വേണ്ടി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി, ദോശയും ഉണ്ടാക്കി. ഇപ്പോൾ എൻ്റെ മമ്മിയും വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ആണ് അടുക്കളയിൽ. അപ്പോൾ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി, ദോശയൊക്കെ കഴിച്ചു. റിച്ചുവിന് കഴിക്കാൻ മടിയായിരുന്നു. കഴിച്ചില്ലെങ്കിൽ ഡിസിപ്ലിൻ സ്കൂളിൽ വിടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ദോശയൊക്കെ കഴിച്ചു. അപ്പോഴേക്ക് ഒരു ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കഴിച്ചു. അവൻ ആദ്യം എനിക്ക് തന്നില്ല, പക്ഷേ എന്നാലും ഞാൻ ചോദിച്ചു വാങ്ങിച്ചു, പകുതി കഴിച്ചു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പേടിയാണ് പിള്ളേർക്ക്. ഓരോ ദിവസത്തെ ന്യൂസും അങ്ങനത്തെ ന്യൂസുകളാണല്ലോ വരുന്നത്. അങ്ങനെ ചോറൊക്കെ കഴിക്കാറായി. എനിക്ക് ഫേവറേറ്റ് കറി കേട്ടോ, തൈരും മീൻകറിയും. ബിരുദാഹാരമാണെന്ന് അറിയാം, പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം റിച്ചുവിൻ്റെ കൂടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഉറങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷേ അവൻ എന്നെ ഉറങ്ങാനൊന്നും സമ്മതിച്ചില്ല. അവനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വൈകിട്ടായപ്പോൾ അവന് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ നാളായി പിസയൊക്കെ ഓർഡർ ചെയ്തിട്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു പിസയൊക്കെ ഓർഡർ ചെയ്ത് അത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് മരുന്നൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പണ്ട് ഞാൻ പുറത്ത് പോകുമ്പം ക്രീമൊന്നും തേച്ചില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് ഇടാതെ പുറത്ത് പോകത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ലിപ്സ്റ്റിക്കിൻ്റെ യൂസൊക്കെ കുറച്ച് കുറയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ ഇടയ്ക്ക് മറ്റേ മെർക്കുറിയുടെ കണ്ടൻറ്റ് ഭയങ്കര കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ന്യൂസൊക്കെ വന്നതിന് ശേഷവും, അതുപോലെ ഞാൻ വേറെ വീഡിയോസിൻ്റെയൊക്കെ, എൻ്റെ വീഡിയോസിൻ്റെ അല്ല വേറെ ആൾക്കാരുടെ വീഡിയോസിൻ്റെ അണ്ടറിലൊക്കെ ഇങ്ങനെ കമൻറ്റ് കണ്ടായിരുന്നു. എല്ലാവർക്കും ഇപ്പം മേക്കപ്പ് ഒന്നും ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ഓർത്തു ശരിയാണ്. അപ്പോൾ അങ്ങനൊരു ചിന്താഗതി ഒന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പം എന്നും പറഞ്ഞ് ഞാൻ ഒരിക്കലും ഇടത്തില്ലെന്നൊന്നുമല്ല, ഇപ്പം കുറച്ച് ദിവസമായിട്ട് അങ്ങനെ അതിൻ്റെ ഉപയോഗം ഞാൻ ഇച്ചിരി കുറച്ചിട്ടുണ്ട് മാക്സിമം. അതൊക്കെ പോട്ടെ. അപ്പം ഞങ്ങൾ ഇവിടെ മൈസൂർ രാമൻ ഇഡലിയിൽ കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. എനിക്ക് ആ പിസ്സ കഴിച്ചുകൊണ്ട് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആകെ ഒരു ബട്ടർ പൊടി ഇഡലിയും പിന്നെ ഒരു മസാല ദോശയാണ് വാങ്ങിച്ചത്. പിന്നെ ഞാൻ കുറച്ച് ജ്യൂസ് വാങ്ങിച്ചു കേട്ടോ, ഗ്രേപ്സിൻ്റെ ജ്യൂസും. പിന്നെ ഞാൻ ബദാം മിൽക്കാണ് വാങ്ങിച്ചത്. ഞാൻ അങ്ങനെ ബദാം മിൽക്ക് ഇതുവരെ വാങ്ങിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഈ ഒരു പൊടി ബട്ടർ ഇഡലിയും മസാല ദോശയായിരുന്നു ട്രൈ ചെയ്തത്. അപ്പോൾ ഇന്ന് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ അവസാനം നോക്കി വന്നപ്പോൾ അവസാനം അത് തന്നെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ജ്യൂസും കഴിച്ചു. ഞാൻ റിച്ചുവിന് അങ്ങനെ എല്ലായിടത്തു നിന്നൊന്നും ജ്യൂസ് കൊടുക്കാറില്ല. മിക്കവാറും ഞങ്ങൾ മെയിനായിട്ട് ഓർഡർ ചെയ്യുന്നത് ബൂസ്റ്റാണ്. ഞാനും അവനും റിച്ചുവും ബൂസ്റ്റ് ഓർഡർ ചെയ്യും, ബാക്കിയുള്ളവരൊക്കെ ചായ ഓർഡർ ചെയ്യും. ഇപ്പോൾ പിന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് എന്നാൽ പിന്നെ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജ്യൂസ് കുടിക്കണം. പക്ഷേ എനിക്ക് ബദാം മിൽക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. റിച്ചുവിന് പക്ഷേ ബദാം മിൽക്ക് ഇഷ്ടപ്പെട്ടില്ല. അവന് ഗ്രേപ്സും വാട്ടർമെലണാണ് അവൻ്റെ ഫേവറേറ്റ്. അങ്ങനെ ഫുഡും ജ്യൂസും എല്ലാം കുടിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല വീട്ടിൽ ചെന്നാലും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.